നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡിൻ്റെ PVC ആധാർ കാർഡിന് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാം. PVC ആധാർ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നേരത്തേതിനെക്കാട്ടിലും വളരെയധികം ഈസി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ PVC ആധാർ കാർഡിൻ്റെ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യ പോസ്റ്റ് വഴി ഈ PVC ആധാർ കാർഡ് നമ്മുടെ വീട്ട് അഡ്രസ്സിൽ എത്തിക്കാവുന്നതാണ്. നിങ്ങളിപ്പോഴും ഒരു പേപ്പർ ആധാർ കാർഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു PVC ആധാർ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. കാരണം ഒരു പേപ്പർ ആധാർ കാർഡിനെ നിങ്ങൾക്ക് പോക്കറ്റിലോ വാളറ്റിലോ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഒരു പേപ്പർ ആധാർ കാർഡിന് ഓതന്റിക്കേഷൻ ഫെയിൽ ആവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു PVC ആധാർ കാർഡിന് നമുക്ക് ഈസി ആയിട്ട് വാളറ്റിലോ പോക്കറ്റിലോ ക്യാരി ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ സൈസും ഷേപ്പും എന്ന് പറയുന്ന ഒരു ATM കാർഡിൻ്റെ അത്രയേ ഉള്ളൂ. മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും അതിനെ ഓതന്റിക്കേഷനും ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ളിൽ സെക്യൂർ QR കോഡ് അല്ലെങ്കിൽ ഹോളോഗ്രാം പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി PVC ആധാർ കാർഡ് അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ നിങ്ങളെ ഇത് ഡെസ്ക്ടോപ്പിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് മൊബൈലിൽ കൂടെയും ചെയ്യാം. മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്, ഗവൺമെൻറ് ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ആധാർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ അത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ സ്ക്രീൻ റെക്കോർഡിനെ അവർ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഡെസ്ക്ടോപ്പിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആധാർ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊബൈലിൽ കൂടെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മൊബൈലിൽ കൂടെയും ചെയ്യാം. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ കൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം uidi.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. ഇവിടെ ഗെറ്റ് ആധാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴായിട്ട് 3-4 ടാബ്സ് ഉണ്ട്. അതിനകത്തിൽ ഗെറ്റ് ആധാർ PVC കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗെറ്റ് ആധാർ PVC കാർഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി PVC കാർഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്ത് തന്നെ വേണം അതിന് ആപ്ലിക്കേഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം ഈ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ലോഗിൻ വിത്ത് OTP ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ നോക്കുക, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് ആധാർ കാർഡിൽ എങ്ങനെയാണ് ഉള്ളത് അതേപോലെ തന്നെ ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നത് യു വുഡ് ബി ചാർജ് ₹50 ഫോർ ദ ആധാർ PVC കാർഡ്. അതായത് 50 രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട് ഈ ആധാർ കാർഡ് വീട്ടിലെത്തിക്കാൻ. അത് PVC കാർഡ് 50 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയും പോയി ക്യൂ നിൽക്കേണ്ട, എവിടെയും പോയി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട. നിങ്ങളുടെ വീട്ടിൽ തന്നെ ആധാർ കാർഡ് ബൈ ഇന്ത്യ പോസ്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ ഈ 50 രൂപ ഒരു വലിയ കാര്യമല്ല ഇതിനായിട്ട്. അപ്പോൾ ഇവിടെ കൺസെൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് തരുന്നുണ്ട്. നെറ്റ് ബാങ്കിങ്, വാളറ്റ്, അതുപോലെ വാട്സാപ്പ്, UPI, ക്രെഡിറ്റ് കാർഡ്, ഏത് രീതിയിലാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ 50 രൂപ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആധാർ കാർഡ് നമ്മളുടെ വീട്ടിൽ 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ ബൈ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റ് നമ്മുടെ വീട്ടിലെത്തും. അപ്പോൾ ഇങ്ങനെ നമുക്ക് PVC ആധാർ കാർഡ് വീട്ടിലിരുന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ വരുത്താവുന്നതാണ്. വളരെ ഈസി പ്രോസസ്സാണ്. എവിടെയും പോയി നമുക്ക് ലൈൻ നിൽക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല പേപ്പർ ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേപ്പർ ആധാർ കാർഡിനുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു PVC ആധാർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. എല്ലാ സ്ഥലങ്ങളിലും അക്സെപ്റ്റബിൾ ആണ്. എല്ലാ സ്ഥലങ്ങളിലും ഓതറൈസേഷൻ വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് PVC ആധാർ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോഴും പേപ്പർ ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ PVC ആധാർ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.